അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നോമ്പ് 30, റമളാനിലെ അവസാനത്തെ 10. നമ്മൾ നോമ്പ് അവസാനിക്കാറായി. ഇനി വരുന്നത് പാപമോചനത്തിൻ്റെ ദിവസങ്ങളാണ്. നമുക്ക് ഇനി ഇതുപോലൊരു നല്ല മാസം കിട്ടണമെങ്കിൽ നമ്മളൊരു വർഷം ഇനിയും കാത്തിരിക്കണം. അപ്പം നമ്മളിപ്പോൾ കിട്ടുന്ന അവസരം പരമാവധി നമ്മൾ മുതലാക്കുക. നമുക്ക് ദുആ ആയാലും നമുക്ക് തൗബയായാലും എന്തായാലും നമ്മൾ പരമാവധി നമ്മളത് ഉപയോഗിക്കണം. നമ്മൾ നോമ്പ് മുറിക്കുന്ന സമയത്തൊക്കെ ദുആ പ്രത്യേകം നമുക്ക് ഉത്തരം കിട്ടുന്ന ദുആ ആണ്. മിക്ക ആൾക്കാരും അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്ന കാര്യമാണ്. നോമ്പ് മുറിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ എന്ത് കാര്യത്തെ തൊട്ട് ദുആ ചെയ്തുവോ ആ ദുആക്ക് പ്രത്യേക ഉത്തരം ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ അത്താഴം കഴിച്ച ശേഷമുള്ള തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കുന്ന ദുആക്ക് ഒരുപാട് പ്രത്യേക ഉത്തരങ്ങളുള്ള സമയം നമുക്ക് റമളാൻ മാസത്തിലുണ്ട്. അതേപോലെ തന്നെയാണ് നമുക്ക് പാപമോചനവും. അവസാനത്തെ 10 നമുക്ക് കൂടുതലായിട്ട് പാപമോചനത്തിനുള്ളൊരു സമയമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഇസ്തിഗ്ഫാർ, അതായത് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത് 70 പ്രാവശ്യം തുടർച്ചയായിട്ട് നമ്മൾ ചൊല്ലിയാൽ, നമ്മൾ പ്രത്യേക ഒരു സമയം കണ്ടെത്തിയിട്ട് 70 പ്രാവശ്യം മനസ്സറിഞ്ഞിരുന്നിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പാപങ്ങൾ 700-ലധികം പാപങ്ങൾ പുറത്തു തരും. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒറ്റപ്പെട്ടു പോവില്ല, നമ്മൾ ഒരിക്കലും തളർന്നു പോവില്ല. അതായത് നമുക്കൊരു ബുദ്ധിമുട്ടുകളോ നമുക്ക് താങ്ങാൻ പറ്റാത്തത്രയുള്ള പ്രയാസങ്ങൾ നമ്മളെ ജീവിതത്തിൽ പടച്ചവൻ ഒരിക്കലും തരൂല. നമുക്ക് റമളാൻ മാസത്തിലല്ല, പൊതുവേ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരുപാട് ജീവിതത്തിൽ നല്ല ബർക്കത്തും റഹ്മത്തൊക്കെ ഉണ്ടാവും. നമുക്കൊരിക്കലും ഒരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും നേരിടേണ്ടി വരില്ല. അപ്പം എല്ലാ ദിവസവും മനസ്സറിഞ്ഞുകൊണ്ട്, ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊന്നുമല്ല, അതിനായിട്ടൊരു പ്രത്യേക സമയം കണ്ടെത്തുക. നമുക്ക് സുബഹി നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ നോമ്പ് കഴിഞ്ഞിട്ട് മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമൊക്കെ ഒരു 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പാപങ്ങളൊക്കെ പുറത്തു തരുന്നതായിരിക്കും. അപ്പോൾ പഠിച്ചവൻ എല്ലാവരെയും പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.